ചെന്നൈയിൽ നിന്നും 56 കിലോമീറ്റർ മാറിയുള്ള ചെങ്കൽപ്പട്ട് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ പോർട്ടിലേക്ക് പോവാണ് സർക്കാർ എക്സ്പ്രസ്സിൽ. സർക്കാർ എക്സ്പ്രസ് ഇവിടുന്ന് വൈകിട്ട് 4 മണിക്ക് ചെങ്കൽപ്പട്ടെന്ന് പുറപ്പെടുന്ന ഒരു വണ്ടിയാണ്. അടുത്ത ദിവസം നമ്മൾ രാവിലെ ഒരു 9:30 റേഞ്ചിലെ കാക്കിനഡ പോർട്ടിൽ നമ്മൾ എത്തും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമസ്തിപൂർ ഷെഡിൻ്റെ ഒരു WP4 ലോക്കോ ആണല്ലേ, കരിഞ്ഞിരിക്കുന്ന ലോക്കോ. ഇത് ഏത് വണ്ടി? എനിക്ക് തോന്നുന്നു മറ്റേ അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയാണ് ചെങ്കൽപ്പട്ട് കാച്ചിഗുഡ എക്സ്പ്രസ്. അപ്പം അതിൻ്റെ ലോക്കോ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ചെങ്കൽപ്പട്ട് വന്നപ്പോഴേക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നെയിം ബോർഡുള്ള 2 വണ്ടികളുണ്ട്. അപ്പോൾ ഈ സർക്കാർ എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ കാച്ചിഗുഡ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. കാച്ചിഗുഡ കോച്ചിൻ്റെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ കാച്ചിഗുഡയിൽ നിന്നും പുറപ്പെടുന്ന കാച്ചിഗുഡ ചെങ്കൽപ്പട്ട് എക്സ്പ്രസ് എന്നൊരു വണ്ടിയുണ്ട്. അത് ചെങ്കൽപ്പട്ട് വരും. എന്നിട്ട് ചെങ്കൽപ്പട്ട് നിന്നാണ് ഈ കാക്കിനഡ പോർട്ടിലേക്കുള്ള സർക്കാർ എക്സ്പ്രസ് പോകുന്നത്. എന്നിട്ട് ചെങ്കൽപ്പട്ട് നിന്ന് കാക്കിനടയ്ക്ക് പോകുന്ന സർക്കാർ എക്സ്പ്രസ് കാക്കിനഡ പോർട്ടിൽ നിന്നും പുതുച്ചേരിയിലേക്ക് വരും, പോണ്ടിച്ചേരിയിലേക്ക്. അതും സർക്കാർ എക്സ്പ്രസ് എന്നാണ് പേരിലാണ് വരുന്നത്. 2 സർക്കാർ എക്സ്പ്രസ് ഉണ്ട്. പോണ്ടിച്ചേരി തുടങ്ങുന്ന പറഞ്ഞുണ്ട്, ചെങ്കൽപ്പട്ട് തുടങ്ങുന്ന പറഞ്ഞുണ്ട്. എന്നിട്ട് ഇത് പുതുച്ചേരിക്ക് വരും. എന്നിട്ട് പുതുച്ചേരിയിൽ നിന്ന് ഇത് കാച്ചിഗുഡയ്ക്ക് പോകും കേട്ടോ. പിന്നെയും ഇത് കാക്കിനഡ പോർട്ടിൽ നിന്ന് പുതുച്ചേരി വന്നിട്ട് പുതുച്ചേരിയിൽ നിന്ന് കാച്ചിഗുഡയ്ക്ക് പോയി വണ്ടി. എന്നിട്ട് ഇത് കാച്ചിഗുഡയിൽ നിന്ന് പിന്നെയും പുതുച്ചേരിക്ക് വന്നിട്ട് പുതുച്ചേരിയിൽ നിന്ന് കാക്കിനടയ്ക്ക് പിന്നെയും സർക്കാർ എക്സ്പ്രസ് ആയിട്ട് പോകും. എന്നിട്ട് കാക്കിനടയിൽ നിന്ന് പിന്നെ ചെങ്കൽപ്പട്ട് സർക്കാർ എക്സ്പ്രസ് ആയിട്ട് വന്നിട്ട് ഈ വണ്ടിയാണ് ആ സർക്കാർ എക്സ്പ്രസ് ആയിട്ട് ഇന്ന് രാവിലെ വന്ന വണ്ടി. എന്നിട്ട് ഈ വണ്ടി ഇപ്പോൾ ചെങ്കൽപ്പട്ടുന്ന തിരിച്ച് ഇതിൻ്റെ മടക്ക് യാത്ര കാച്ചിഗുഡയിലേക്ക് പോകും മെയിൻ്റനൻസിന് വേണ്ടി. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വണ്ടി ഒരു സൈക്കിൾ മൊത്തം പൂർത്തിയാക്കുന്നത് കേട്ടോ. ഞാൻ നോക്കിയാണ് പറഞ്ഞത്, ഇതിനെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലക്ഷ്യം. കാച്ചിഗുഡയിൽ നിന്ന് ഈ വണ്ടി ചെങ്കൽപ്പട്ട് വന്നിട്ട് സർക്കാർ എക്സ്പ്രസ് ആയിട്ട് ഇവിടെ പോകും, കാക്കിനഡ പോർട്ടിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് പോണ്ടിച്ചേരിക്ക് വരും. പോണ്ടിച്ചേരിയിൽ നിന്ന് കാച്ചിഗുഡ പോകും. കാച്ചിഗുഡയിൽ നിന്ന് പിന്നെയും പോണ്ടിച്ചേരി വരും. പോണ്ടിച്ചേരിയിൽ നിന്ന് പിന്നെയും കാക്കിനഡ പോർട്ട് പോകും. കാക്കിനഡ പോർട്ടിൽ നിന്ന് ചെങ്കൽപ്പട്ട് വരും. ചെങ്കൽപ്പട്ടിൽ നിന്ന് കാച്ചിഗുഡയ്ക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇത് കുറേ റേക്കുണ്ട് ഈ ഒരു സർക്കാർ എക്സ്പ്രസ്. സർക്കാർ എക്സ്പ്രസ് ശരിക്കും 2 ഉള്ളൂ. പുതുച്ചേരിയിൽ നിന്ന് വിടുന്നതും പിന്നെ ഈ ചെങ്കൽപ്പട്ടിൽ നിന്ന് വിടുന്നതും. ചെങ്കൽപ്പട്ട് കാച്ചിഗുഡ എക്സ്പ്രസ്സും പുതുച്ചേരി കാച്ചിഗുഡ എക്സ്പ്രസ്സും അത് സർക്കാർ എക്സ്പ്രസ് അല്ല. സർക്കാർ എക്സ്പ്രസ് 2 ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറാൻ പോവാണ്. നമ്മുടെ വണ്ടി കിടക്കുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഈ വണ്ടി 3:35 ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. നമ്മുടെ വണ്ടി 4 മണിക്കാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഇത്. സർക്കാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ കാലിയാണ് കേട്ടോ, ഒറ്റ മനസ്സില്ല. ഞാൻ അതിൻ്റെ കറണ്ട് അവൈലബിലിറ്റിയൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കാം കണ്ടോ. 100+ ആള് ഓരോ ക്ലാസ്സിലും കറണ്ട് അവൈലബിലിറ്റി. സെക്കൻഡ് AC ഒരെണ്ണം ഉള്ളതുകൊണ്ട് 14 ഉള്ളൂ. ബാക്കിയെല്ലാം 100+. ഞാൻ ട്രാവൽ ചെയ്യുന്ന 3rd ACക്കാണ്. 185 സീറ്റ് ഉണ്ടായിരുന്നു. ചാർട്ട് വന്നപ്പോഴേക്കും പോരെ. എന്തു പറയാനാ, വണ്ടി കാലിയാണ്, ആരും ഇടിയുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. ഈ ചെങ്കൽപ്പട്ട് സ്റ്റേഷൻ്റെ ഭംഗി കാണാൻ നിൽക്കണ്ട. ഇതാടി സ്റ്റേഷന് ഭംഗി. കടൽ പോലെ കിടക്കുന്ന ഒരു തടാകം കണ്ടോ അവിടെ. കൊളവായി ലേക്ക് എന്നൊരു ലേക്കാണ് കേട്ടോ. ആ കടൽ പോലെ കിടക്കുന്ന നോക്കി. എന്തോരം വെള്ളം ഉണ്ടെന്ന് നോക്കണ്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അടിപൊളിയില്ലേ, നല്ല അടിപൊളി ക്ലൈമറ്റും. ഞാൻ പല അവിടെയെങ്കിലും ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന ആദ്യം ഇടണം കേട്ടോ. നല്ല ഭംഗിയാണ് ആ ഒരു തടാകം കാണാൻ വേണ്ടിയിട്ട്. സൂപ്പർ. കുറേ കുരങ്ങന്മാരുണ്ട് ഇവിടെ കേട്ടോ. കയ്യിലുള്ളതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ പറിച്ചുകൊണ്ട് പോകുന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കാക്കിനടയ്ക്ക് പോകുന്ന സർക്കാർ എക്സ്പ്രസ്. ഇവിടെ 3ലാണ് നടക്കുന്നത്. നമ്മുടെ AC കോച്ച് ഏറ്റവും ബാക്കിലാണ് കേട്ടോ. കോച്ചൊക്കെ വൻ ശോകമാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആണല്ലോ. നമുക്ക് പുറത്തോടെ ഇരുന്ന് സുഖമില്ല, അകത്തൊക്കെ നോക്കണം ഇനി അങ്ങനെ ഉണ്ടെന്ന്. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ പൊതുവെ പുറത്തൂടെ ശോകമാണെങ്കിൽ അകത്ത് നല്ലതായിരിക്കും. അറിയില്ല എങ്ങനെയാണ്. ലോക്കോ എടുപ്പിച്ചിട്ടല്ലേ, ലോക്കോ നോക്കട്ടെ. ലോക്കോ നോക്കി കൊച്ചിപ്പ. നമ്മുടെ സർക്കാർ എക്സ്പ്രസിനെ കാക്കിനഡ പോർട്ട് വരെ എത്തിക്കുന്നത് ഒരു WP4 ലോക്കോ ആണ്, വിജയവാഡ ലോക്കോ ഷെഡിന്റെ. നമ്മുടെ സർക്കാർ എക്സ്പ്രസിന്റെ ലോക്കോയുടെ ഫ്രണ്ട് എഴുതിയിരിക്കുന്നുണ്ട് കവച് എന്ന് പറഞ്ഞേ. ഈ കവച് എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം എക്യുപ്ഡ് ആയിട്ടുള്ള ലോക്കോ ആണ്. പക്ഷേ അതൊന്നും ആക്റ്റീവ് അല്ല. കാരണം ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ട്രാക്കിലും കൂടെ അതിൻ്റെ സംഭവം വേണം. ഇത് ലോക്കോയിൽ മാത്രം പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. ഈ വണ്ടിക്ക് കൂടുതലും സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. 12 സ്ലീപ്പറുണ്ട് ഇതിന്. ബാക്കി 5 3 ടയറും 1 2 ടയറും ആണ്. 5 3 ടയറാന്ന് തോന്നുന്നു, കൺഫേം ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇത് രാവിലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വീഡിയോ തുടങ്ങാൻ നേരത്തെ രാവിലെ വരുന്ന മറ്റേ കാച്ചിഗുഡ ചെങ്കൽപ്പട്ട് എക്സ്പ്രസിൻ്റെ റേക്കാണിത്. തിരിച്ച് കാക്കിനടയ്ക്ക് പോകുന്ന സർക്കാർ എക്സ്പ്രസ്. ഇത് എപ്പോൾ നോക്കിയാലും നല്ല ഡിലേ ആണ്. പക്ഷേ ഇത് ഓൺ ടൈമിന് കാക്കിനട പോട്ടെത്തും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടിയെ കുറേ വണ്ടികൾ ഓവർടേക്ക് അടിക്കും പോകുന്ന വഴിക്ക്. ഇത് മിണ്ടി വരുമ്പോഴേക്കും എന്തെങ്കിലും അറേഞ്ച്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ വരും.
നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ കുറേ വണ്ടികൾ ഓവർടേക്ക് അടിക്കും, നല്ല ഡിലേ ആവും. പക്ഷേ ഇത് കറക്റ്റ് ടൈമിന് കാക്കിനട പോർട്ടിലെത്തും. കാരണം ഇഷ്ടംപോലെ സ്ലാക്ക് ടൈം ഇവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫാസ്റ്റ് പാസഞ്ചർ പോലെ ഇവിടുത്തെ ഒരു മലബാർ പോലത്തെ വണ്ടിയാണ്. ഇഷ്ടം പോലെ സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ കാര്യം. ഏത് വണ്ടിയാണോ എന്തോ, നല്ല കിടനൊരു WP4 നോക്കോ അല്ലേ. ഏത് വണ്ടി ഇത്? ഇതേ പേരൊന്നും ഇല്ലല്ലോ. പേരില്ലാത്ത വണ്ടിയാണോ ഇനി? ഇതെന്തോ ഇതേ പേരൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഏത് വണ്ടി? ഇവിടെ നിർത്താത്ത വണ്ടിയാന്ന് തോന്നുന്നു, അനൗൺസ് ചെയ്യുന്നത് നിർത്താത്ത വണ്ടിയാന്നൊക്കെ പറഞ്ഞ്. സ്ലീപ്പറൊക്കെ ഉണ്ട്, ഇനി പേരൊന്നും ഇല്ലേ? ചേടാ, ഇത് ഒറ്റ നെയിം ബോർഡും ഇല്ലാത്തൊരു വണ്ടി. ഇത് വല്ല സ്പെഷ്യൽ ട്രെയിൻ വല്ല ആണോ? വിചിത്രമായ വണ്ടിയാണല്ലോ അതേമേ. ഇതെന്തോന്നിത്? ഇതെന്ത് വണ്ടി ഇത്? ഇത് നോക്കി, ഇത് കണ്ടാ? ഇതെന്ത് വണ്ടി ഇത്? ഇത് കണ്ടാ? ദൈവമേ, ഇതൊക്കെ എന്താ വട്ടാണോ? അന്നെ അകത്ത് അത്രയും സ്ഥലം കയറി കാണിക്കുന്നുണ്ടില്ലേ? നോക്കി, ഇതെന്ത് വണ്ടി ഇത്? പേരുമില്ല, ഒന്നുമില്ല, എന്തോ ഒരു വണ്ടി. നമ്മുടെ കോച്ച് ഇതാ കേട്ടോ, 2014 മെയ്ഡ് ഒരു AC 3 ടയർ കോച്ച്. ഈ അനൗൺസ്മെന്റ് ഭയങ്കര ശല്യമാണല്ലോ ദൈവമേ, പറയുന്നൊന്നും കേൾക്കത്തില്ല. 2014 മെയ്ഡ് ഒരു 3 ടയർ കോച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ വണ്ടി തുറന്നു കേട്ടോ, പക്ഷേ AC ഒന്നും ഓണല്ലെന്ന് തോന്നുന്നു, കറണ്ട് ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ കോച്ച് കണ്ടോ, AC 3 ടയർ. ഫുള്ളിനെ ചൂടാണ്. അതൊന്ന് AC ഓണാക്കട്ടെ. വാഷ്റൂം നോക്കട്ടെ, വാഷ്റൂം കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം. അത്ര വലിയ ഭേദമൊന്നുമില്ല, ഓക്കെ. കറണ്ട് ഉണ്ട് കേട്ടോ, സ്വിച്ചൊക്കെ ഓഫ് ആയിരുന്നതാ. നല്ല അടിപൊളി കോച്ച് കേട്ടോ, കിഡിലൻ കോച്ച്. ഈ കോച്ചിൽ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന കോച്ചിൽ ചാർട്ട് പ്രിപ്പയർ ആയപ്പോൾ 51 സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. അതായത് ഏകദേശം ഒരു എത്ര സീറ്റുണ്ട്? മൊത്തം 64 സീറ്റാണെന്ന് തോന്നുന്നു ഒരു 3 ടയറുള്ള. അപ്പം 13 സീറ്റ് മാത്രമേ ഒക്യുപൈഡ്, ബാക്കിയെല്ലാം വേക്കൻ്റാണ്. ഞാനിവിടെ ഉള്ള എൻ്റെ ബർത്ത് ഇതാണ്, 27 അപ്പർ ഇതുകൊണ്ട് ഇവിടെ എല്ലാം കാലിയാണ്. കറണ്ട് ബുക്കിങ്ങിൽ ആരെങ്കിലും കയറിയാലേ ഇവിടെ ആൾ വരത്തുള്ളൂ. ഈ വണ്ടി അത്ര കാലി അടിച്ച് പോകാൻ്റെ കാര്യം ഞാൻ പറയാം. വീക്കെൻഡ് മാത്രമേ ഈ വണ്ടി ഫുള്ളുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഒരു വിചിത്ര വണ്ടി കണ്ടില്ലേ, അതൊരു ലോക്കൽ ട്രെയിൻ. അതിൻ്റെ നമ്പർ 66046 വില്ലുപുരം ചെന്നൈ ബീച്ച് ലോക്കൽ. ആ ലോക്കൽ ട്രെയിൻ എന്തോ എനിക്കൊന്ന് ഓടേണ്ട ലോക്കൽ ട്രെയിൻ എന്തോ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഇവർ ഏതോ IC ഫ്രൈക്ക് ഇട്ട് ഓടിച്ചതാ ലോക്കൽ പോരെ. അതെന്തായാലും ഭയങ്കര റെയറാണ് നമ്മൾ കണ്ടത്. നമ്മുടെ സർക്കാർ എക്സ്പ്രസ് അങ്ങനെ 4 മിനിറ്റ് ഡിലേയോടുകൂടി ചെങ്കൽപ്പട്ട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ താമ്പരമാണ് അടുത്ത സ്റ്റോപ്പ്. താമ്പരം കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ എഗ്മോർ. ആദ്യം കരുതിയിരുന്നു ഈ വണ്ടി LHD ആണ്, പിന്നെ മനസ്സിലാക്കിയത് ICF ആണ്. പഴയ കോച്ച് എപ്പോഴും, പക്ഷെ നല്ല മെയിൻറ്റൈൻഡ് കോച്ച് കേട്ടോ, നല്ല കോച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മെയിൻറ്റൈൻഡാണ്, സീറ്റൊക്കെ ആണെങ്കിലും താഴെയൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുളവായി തടാകമാണ് കാണുന്നത് കേട്ടോ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു തടാകമാണ്. എന്താ ഭംഗിയെന്ന് നോക്കി, ഇഷ്ടംപോലെ അങ്ങ് വരെ വെള്ളമുണ്ട് കണ്ടോ, സൂപ്പർ അല്ലേ. ഈ കോച്ചിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചെങ്കൽപ്പെട്ടെന്ന് കയറിയത്. വേറെ ഒറ്റ മനുഷ്യന്മാരില്ല വൈക്ക്. എൻ്റെ പൊന്നെ, ആരും ഇല്ല ഇതിനകത്ത് കണ്ടോ. താമ്പരത്ത് നിന്നെങ്ങാണ്ട് ഇവിടെ ആരാണ്ട് കയറുമെന്ന് തോന്നി. ഇവിടെ ഈ ലോർബുരത്തിൽ ആരാണ്ട് ചാട്ടം നോക്കിയപ്പോൾ അങ്ങനെ കണ്ടേ. വേറെ ഒറ്റ മനുഷ്യന്മാരില്ല. എന്തല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്കകത്ത്. ഇത് നമ്മളന്ന് ദുരന്തോയ്ക്ക് പോയില്ലേ, ഇവിടെ എറണാകുളത്തുനിന്ന് മുംബൈ, അതുപോലുണ്ട്. ഈ വണ്ടി ചെങ്കൽപ്പെട്ടെന്ന് പുറപ്പെട്ടാൽ പിന്നെ വലിയ സ്പീഡൊന്നും എടുത്തിട്ടില്ല, ഈ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ. അയ്യോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് ഞാൻ 3-4 ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാം ഈ രാത്രിയാകുമ്പോൾ ലേറ്റ് ആവും. രാത്രിയാകുമ്പോൾ കുറേ വണ്ടികൾ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത് മെയിൻ റൂട്ടാണ് പോകുന്നത്. അതായത് ഈ വണ്ടി പോകുന്ന റൂട്ടെന്ന് പറയുന്നത് നമ്മളിവിടുന്ന് ചെന്നൈ എഗ്മോറിന്ന് കയറി നേരെ മറ്റേ ഗുഡൂർ, നെല്ലൂർ, വിജയവാഡ മെയിൻ വഴി വിശാഖപട്ടണം പോകുന്ന വഴിയാണ് പോകുന്നത്. എന്നിട്ട് സമൽക്കോട്ട് എന്ന ജംഗ്ഷനിൽ നിന്നാണ് റൈറ്റ് തിരിഞ്ഞ് കാക്കിനടയിലേക്ക് പോകുന്നത്, അറിയോ. അപ്പോൾ ആ മെയിൻ റൂട്ടിൽ കൂടെ പോകുന്ന ബാക്കിയുള്ള പ്രയോറിറ്റി സൂപ്പർ ഫാസ്റ്റ് വണ്ടികളൊക്കെ ഇതിനെ കയറി ഓവർടേക്ക്. ഇത് ഇഷ്ടംപോലെ ടൈം കൊടുത്തിട്ടുണ്ട്. 7:50 എന്തോ ആണെന്ന് കാക്കിനട ടൗൺ എന്ന സ്റ്റേഷൻ. അവിടെ നിന്ന് 2 കിലോമീറ്ററുള്ള കാക്കിനട പോർട്ട്. അപ്പോൾ ഈ കാക്കിനട ടൗണിൽ നിന്ന് കാക്കിനട പോർട്ടിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറാണ് കൊടുത്തേക്കുന്നത് പോരെ. അപ്പോൾ ഇത് എങ്ങനെ പോയാലും
ഓൺ ടൈം എത്തും, അത് ഉറപ്പാണ്. നമ്മൾ താമ്പരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേണ്ടി ഇവിടെ കുറേ ലോക്കോ കിടക്കുന്ന കാണാം. WG5, P4 മേള എവിടെ കണ്ടോ, ഇത് സന്തരാഗച്ചിയുടെ ഒക്കെ P4 കിടക്കുന്നു. ഏതോ ഒരു WP1 ആയിട്ടൊരു വണ്ടി പോകുന്നു. ഇത് ഏത് വണ്ടിയാ? തിരുച്ചെന്തൂർ എക്സ്പ്രസ്. ആ വണ്ടി എന്തോന്നു കേട്ടോ, അത് തന്നെ തിരുച്ചെന്തൂർ എക്സ്പ്രസ്. നമ്മൾ കണ്ട് താമ്പരം എത്തി. നമ്മൾ താമ്പരം എത്തുന്ന ഒരു 8 മിനിറ്റ് ഡിലേയോട് കൂടിയാണ്. ഇവിടെ താമ്പരം എത്തിയപ്പോഴേക്കും അപ്പുറത്തൊരു LSP വണ്ടി കിടക്കുന്നുണ്ടോ. ഇത് താമ്പരത്തുനിന്ന് ഹൈദരാബാദ് വന്ന് ചാർമിനാർ സൂപ്പർ ഫാസ്റ്റ് ആണ്. 5:30 ഇവിടെ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. നമ്മൾ അതിന് മുമ്പ് ഇപ്പോൾ പോവും. ഇത് ഹൈദരാബാദ് പോകുന്ന വണ്ടി, നമ്മൾ കാക്കിനാട പോകുന്ന വണ്ടി. നമ്മൾ നല്ല സമയത്താണ് എഗ്മോർ എത്താൻ പോകുന്നത് കേട്ടോ. എഗ്മോറിന് മുമ്പുള്ള ചെറ്റ്പേഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലുണ്ട് പിടിച്ചിട്ടേക്കും കേട്ടോ. നല്ല സമയം, കാരണം എഗ്മോറിന് ഇപ്പോൾ വൈകിട്ട് കുറേ തമിഴ്നാട്ടിനകത്ത് തന്നെയുള്ള ഓവർനൈറ്റ് വണ്ടികൾ വിടുന്ന സമയമാണ്. പ്ലാറ്റ്ഫോം ഫ്രീ വേണം, എന്നാലേ കേട്ടത്തുള്ളൂ. അമ്മ എന്തോരം ഐറ്റമൊക്കെ അത് നോക്കുക. ചെന്നൈ എഗ്മോർ യാർഡിൽ കിടക്കുന്നത് നോക്കി. തൊണ്ടിയാർപേട്ടിൻ്റെ ഒരു ഷണ്ടിങ് ലോക്കോ, അപ്പുറത്ത് എറണാകുളത്ത് നിന്ന് ട്രാൻസ്ഫർ ആയി വന്നൊരു ലോക്കോ. ഇവിടെ കണ്ട് ഓറഞ്ച് വന്ദേ ഭാരത് കിടക്കുന്നുണ്ട് അവിടെ. കുളിപ്പുളി 5 മണിക്ക് എഗ്മോർന്ന് വിടുന്ന എഗ്മോർ കൊല്ലം മെയിലുണ്ടല്ലോ, ചെങ്കോട്ട വഴി പോകുന്നത്, അതാണ് ആ പോകുന്നത് കണ്ട. അത് കറക്റ്റ് ടൈമിന് പുറപ്പെട്ടു. പിന്നെ ഇവിടുന്ന് കുറേ വണ്ടികൾ ഇപ്പോൾ വൈകിട്ട് ഇപ്പോൾ പുറപ്പെടും. ബോട്ട് മെയില്, പിന്നെ മറ്റേ സേതു സൂപ്പർ ഫാസ്റ്റ്, അങ്ങനെ രാമേശ്വരം പോകുന്ന 2-3 വണ്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് ടൈറ്റ് സമയമാണ് ഈ ഒരു എഗ്മോർ ഏരിയയിൽ. അപ്പോൾ ട്രെയിനൊക്കെ ലേറ്റ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. വൈകിട്ട് ഇവിടുന്ന് അനന്തപുരിയുടെ റേക്ക് കിടക്കുന്നുണ്ടോ. അനന്തപുരി ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. അനന്തപുരിയിൽ കയറുന്ന ഒരു ദിവസം. അനന്തപുരി, തഞ്ചാവൂർ, ചെന്നൈ എഗ്മോർ, കൊല്ലം. തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്നൊരു വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട് അനന്തപുരിക്ക്. ഇവിടെ എല്ലാം എറണാകുളത്തിൻ്റെ ഏത് ട്രാൻസ്ഫർ ആയി വന്ന ലോക്കോസ് ആണ്. അതുകൊണ്ട് അടുത്ത് 16802 എന്ന ലോക്കോ. അതാണ് തുരുമ്പിച്ച് ഒരു പരിവായിട്ടിരിക്കുന്ന ലോക്കോ ഉണ്ടോ. ഈ വണ്ടി നമ്മൾ പോയിട്ടുണ്ട് വരണം കേട്ടോ. ചെന്നൈ എഗ്മോർ കന്യാകുമാരി എക്സ്പ്രസ്, അതായത് നമ്മുടെ ഐലൻഡിൻ്റെ റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടി. അതേ സെയിം ലോക്കോ, സെയിം റേക്ക്. നമ്മൾ ആ ചെന്നൈ എഗ്മോർ കന്യാകുമാരിയുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുന്നത്. നമ്മളിവിടെ 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തുന്നത്. അതായത് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട സമയത്താണ് 5:10 നമ്മളിവിടെ എത്തുന്നത്. 5:10 ഇവിടെ നിന്ന് വിടേണ്ട സമയമാണ്. നമ്മളിവിടെ നിന്ന് ആ വിജയവാഡ മേലിലേക്ക് കയറുന്നത്. ഇവിടെ നിന്ന് ചെന്നൈ പാർക്ക് നേരെ പോയാൽ മതി. ചെന്നൈ പാർക്ക്, ചെന്നൈ ബീച്ച്, വാഷർമാൻ പേട്ട്, റോയപുരം, ഈ ഒരു വഴിക്കാണ് നമ്മൾ നേരെ ആ വിജയവാഡ മേലിലേക്ക് കയറുന്നത്. 5:19 നമ്മുടെ സർക്കാർ എക്സ്പ്രസ് ആണ് ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയാണ് നമുക്ക് തേപ്പുകൾ കിട്ടാൻ പോകുന്നത് വിജയവാഡ മെയിൻ ലൈനിൽ കയറുമ്പോൾ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പയ്യെ ആയിരിക്കും പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ഈ ഒരു സ്പീഡേ ഉള്ളൂ കണ്ടോ. നമ്മളിപ്പോൾ ചെന്നൈ പാർക്ക് സ്റ്റേഷൻ എടുക്കാറ്, അതായത് ചെന്നൈ സെൻട്രലിലെ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ. ഇതാണ് ചെന്നൈ പാർക്ക് സ്റ്റേഷൻ കേട്ടോ. ഇതിലേക്കൂടെ ഈ സാധാരണ എക്സ്പ്രസ് ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പില്ല, സബർബൻ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഇത് ചെന്നൈ ഫോർട്ട് കണ്ടോ. ചെന്നൈ ഫോർട്ട് കണ്ടിനി ചെന്നൈ ബീച്ചും കൂടെ വരും, അതാണ് മെയിൻ സ്റ്റേഷൻ. ചെന്നൈ ബീച്ച് എന്ന് പറഞ്ഞ സ്റ്റേഷനെ ഇവിടെ ഈ ചില വണ്ടികളൊക്കെ സെൻട്രലിൽ സ്ഥലമില്ലാത്തപ്പോൾ ഇവിടെ കൊണ്ടിടാറുണ്ട് കേട്ടോ. ഇവിടെ ഈ ചെന്നൈയിലൊക്കെ സെൻട്രലിലൊക്കെ വെള്ളം കയറുമ്പോൾ ചെന്നൈ ബീച്ചിൽ നിന്നൊക്കെ ആയിരിക്കും മദ്രാസ് മേലൊക്കെ യാത്ര തുടങ്ങുന്നത്. ചെന്നൈ ബീച്ച് റേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് പോകും. അങ്ങനെയാണ് വെള്ളം കയറുമ്പോൾ ഇവിടെ പതിവ്. ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ ഈ സ്പീഡിലാണ് പോകത്തുള്ളത്. എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വേറെ റേക്ക് പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ. ഇത് ഏതിൻ്റെയാ? ചെന്നൈ എഗ്മോർ കൊച്ചുവേളി വിജയവാഡയോ? ഇതൊക്കെ ഏത് വണ്ടിയാ? ഏതോ സ്പെഷ്യൽ ഓടിയായിരുന്നു, അതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ.
അത് കൊള്ളാം. ഇത് ഇതേ വണ്ടി എന്നറിയോ, ഇത് കഴിഞ്ഞ ദിവസം മകരവിളക്കായപ്പോൾ ഒരു വൺ വേ സ്പെഷ്യൽ ഓടിച്ചായിരുന്നു. ചെന്നൈക്കുമോർന്ന് കൊച്ചുവേളി മറ്റേ മധുര വഴി വന്നിട്ട് കൊച്ചുവേളിയിൽ നിന്ന് വിജയവാഡയിലേക്ക് ഒരു വൺ വേ സ്പെഷ്യൽ. ആ റൈക്ക് ഏതോ ഒരു പുതിയ വണ്ടിയുടെ റൈക്കാന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് നല്ല 2024 മെയ്ഡ് കോച്ചൊക്കെ. ഇലക്ട്രിക് ലോക്കോ ഷെഡ് റോയപുരം കണ്ടോ ഗൈസ്? കണ്ടാ, ഞാൻ ആദ്യമായിട്ട് ഇലക്ട്രിക് ലോക്കോ ഷെഡ് റോയപുരം കാണുന്നത്. അടിപൊളിയാണല്ലോ ഈ സംഭവം, കണ്ടോ? സെറ്റ്. ഇത് റോയപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഇന്ത്യയിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഈ റോയപുരം എന്ന് പറയുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ? ഇതാണ് ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റോയപുരം ഇൻ ടേംസ് ഓഫ് റെയിൽവേ. അപ്പോൾ ഇതാണ് കണ്ടോ റോയപുരം സ്റ്റേഷൻ. നമ്മുടെ ഈ പോകുന്ന റൂട്ട് ശരിക്കും ചെന്നൈ സെൻട്രൽ ഇങ്ങനെ വട്ടം വെച്ച് ബൈപ്പാസ് ചെയ്തുള്ള റൂട്ടാണ്. അതാണ് ഈ പയ്യെ പോകുന്നത്. മെയിനായിട്ട് ഈ വഴി ലോക്കൽ ട്രെയിനുകൾ പോകുന്ന റൂട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വാഷർമാൻ പേട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിങ്ങിന് റൈറ്റ് ഒരു ടേൺ ഉണ്ട്. അടുത്ത് അതിന് നേരെ ഒരു നാലുംകൂടി ജംഗ്ഷൻ പോലൊരു സ്ഥലമാണ് കേട്ടോ. ആ ജംഗ്ഷൻ നമ്മൾ നേരെ റൈറ്റ് എടുത്ത് പോകും. ഈ ലൈൻ കണ്ടോ, ഇതാണ് ചെന്നൈ സെൻട്രലിൽ നിന്ന് നേരെ വരുന്ന ലൈൻ. അതായത് ചെന്നൈ സെൻട്രലിൽ നിന്ന് വിജയവാഡ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനൊക്കെ ഈ ലൈനിൽ കൂടെ വരും. നമ്മൾ ഈ ലൈനിൽ കൂടെ പോയി ആ ലൈനിൽ പോയി ചേരും. ഇങ്ങനെയാണ് സംഭവം. കണ്ടോ, അവിടെ ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ടുണ്ട് നമ്മൾ പോകാൻ വേണ്ടി. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി മെയിൻ റൂട്ടിൽ കയറിയിരിക്കുകയാണ്. ഇനി വൈകിട്ടൊക്കെ ഏതൊക്കെ വണ്ടികൾ നമ്മളെ തേച്ച് വിടുമെന്ന് നമുക്ക് കാണാം. അറിയത്തില്ല, ചിലപ്പോൾ വൈകിട്ടായിരിക്കും, ചിലപ്പോൾ രാത്രി ആയിരിക്കാം. നമുക്ക് നോക്കാം എന്തായാലും. നമ്മളിവിടെ ഗുമ്മിടിപ്പൂണ്ടി എന്നൊരു സ്റ്റേഷനിലെത്തി കേട്ടോ. ഭയങ്കര ഇരുട്ട്, ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ ലോക്കൽ ട്രെയിനൊക്കെ നിർത്തുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഇവിടുത്തെ ഒരു പാസഞ്ചർ മാതിരി ഒരു വണ്ടിയാണ്. പാസഞ്ചറിന് കുറേ AC കോച്ചും സ്ലീപ്പറും ഒക്കെ ഉള്ളൊരു വണ്ടി. വളരെ പയ്യെ ഈ വണ്ടി പോകുന്നത് കേട്ടോ. ഇത് നല്ല ഹൈ സ്പീഡ് സെക്ഷനാണ്, പക്ഷെ വണ്ടി പയ്യെ പോകുന്നത്. കാരണം സമയം ഒത്തിരി ഉണ്ട്. നമ്മളിവിടെ ഓൺ ടൈമിന് എത്തിയത് ചെന്നൈയിൽ ഏകദേശം ഒരു 1 മണിക്കൂർ 38 മിനിറ്റൊക്കെ ഇങ്ങോട്ട് റണ്ണിങ് ടൈം കൊടുത്തേക്കുന്നത്. പക്ഷെ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ചെന്നൈ ഔട്ട്സ്കേർട്സിൽ തന്നെ ഈ ഒരു ഗുമ്മിടിപ്പൂണ്ടി സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് പാൻട്രി കാറൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഭക്ഷണം കൊണ്ടും നല്ല ചൂട് ഭക്ഷണം. ഞാൻ കൊണ്ടൊരു മുട്ട ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. ചൂടാണ്. ഇത് എവിടെ നിന്ന് കയറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഈ ഗുമ്മിടിപ്പൂണ്ടിയിൽ നിന്ന് കയറ്റിയാണോ എന്ന് സംശയമുണ്ട്. എവിടെ നിന്ന് കയറ്റി, ചൂടല്ലേ. ഈ വണ്ടിയിൽ എന്താ പറയുക, വലിയ ആളും പേരൊന്നും ഇല്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി പോകുന്ന റൂട്ട് അത്ര ഇതല്ല, പോപ്പുലർ അല്ല. മീൻസ് ഈ വണ്ടി പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് വിജയവാഡ, ഞാൻ പറഞ്ഞില്ലേ, വിജയവാഡ രാജമുണ്ട്രി വഴി. അപ്പോൾ ഇതിന് ടൈമിംഗ് ആണ് പ്രശ്നം. അതായത് വിജയവാഡൊക്കെ വെളുപ്പിന് 2 മണിക്ക് എത്തും, രാജമുണ്ട്രിയൊക്കെ വെളുപ്പിന് എത്തുന്നതാണ്. അപ്പം അത്രയും വെളുപ്പിനൊക്കെ അവിടെ എത്തുന്ന വണ്ടികളിലൊക്കെ ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. ഈ വണ്ടി ഫുള്ളാണ്. എപ്പോഴാന്ന് വെച്ചാൽ വീക്കെൻഡിൽ മാത്രം ഈ വണ്ടി ഫുള്ളാണ്. വീക്ക് ഡേ ഒക്കെ കാലിയാണ്. ഇത് ചൊവ്വാഴ്ച, ബുധനാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഈ 4 ദിവസങ്ങളാണ് ഈ ഒരു ചെങ്കൽപ്പെട്ട് കാക്കിനട പോർട്ട് സർക്കാർ എക്സ്പ്രസ് ഓടുന്നത്. ആഴ്ചയിൽ 4 ദിവസമുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ സുല്ലൂർപേട്ടയിലെത്തി. ഈ സുല്ലൂർപേട്ട വരെയാണ് ഈ ചെന്നൈ ലോക്കൽ ട്രെയിൻ ഓടുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ലോക്കൽ ട്രെയിൻ ഒന്നുമില്ല. നമ്മളിപ്പോൾ ശരിക്കും ആന്ധ്രയിലാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. സുല്ലൂർപേട്ട ആന്ധ്രയിലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പേട്ട എത്തി, നായിഡുപേട്ട. സുല്ലൂർപേട്ട, നായിഡുപേട്ട, ഇനി അടുത്ത ഗുഡൂർ ജംഗ്ഷൻ, പിന്നെ നെല്ലൂർ. അങ്ങനെ സ്റ്റോപ്പുകൾ. രാത്രിയിലാണ് ഇതിന് സ്റ്റോപ്പ്. എൻ്റെ പൊന്നെ, രാത്രി എല്ലാ വണ്ടികളും തേച്ച് വിടും. നോക്കിക്കോ, ഞാൻ വിജയവാഡ വേർസ്മേ ട്രെയിൻ അറിവ് നോക്കിയപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുറേ വണ്ടികൾ ഇപ്പോൾ ഒക്കെ നമ്മൾ എത്തുന്നതിനെക്കാട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പേ ഒക്കെ എത്തുന്നുണ്ട് പോരെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ വണ്ടിയുടെ ടൈം എങ്ങനെയാണെന്ന്. എനിക്ക് ആരും ഇല്ലാത്ത ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. ഈ ആൾക്കാർ കുറവുള്ള ട്രെയിനിൽ നമുക്കൊരു പ്രൈവസിയാണ്. ഞാൻ ഇൻട്രോവേർട്ട് ആയതൊന്നുമല്ല, ഇൻട്രോവേർട്ടും അല്ല, എക്സ്ട്രോവേർട്ടും അല്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. എനിക്കങ്ങനെ ഭയങ്കര ആളുള്ള വണ്ടിയിൽ യാത്ര ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ട്രെയിൻ യാത്രയാണ് എനിക്കിഷ്ടം. നമ്മൾ ഗുഡൂർ ജംഗ്ഷൻ എത്തി കേട്ടോ. അങ്ങനെ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്, ഏതാ നമുക്ക് നോക്കാം.
വിജയവാഡ ചെന്നൈ ജനശതാബ്ദിയാണ് കേട്ടോ. വിജയവാഡയുടെ ഒരു WP7 ലോക്ക് വണ്ടി ഫുള്ളാണ് കേട്ടോ. ഇവിടെ ഒരു കുത്തി നിറച്ച് ആൾക്കാരെ കൊണ്ട് പോകുന്നൊരു വണ്ടി കണ്ടോ. ഇത് ബറൗണി എറണാകുളം രപ്തിസാഗർ എക്സ്പ്രസ് ആടി കാണുന്നത് കണ്ടോ. ബീഹാറിൽ നിന്ന് വരുന്ന വണ്ടിയല്ലേ, ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗുഡൂരിൽ നിന്ന് ജസ്റ്റ് പുറപ്പെട്ടേ ഉള്ളൂ. തൊട്ട് പുറകിൽ കണ്ട് ഗുഡൂര് കയറിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് കണ്ടോ. അത് എത്ര കിലോമീറ്ററാ? 2 കിലോമീറ്റർ ടു ഗുഡൂർ കണ്ടാ. തൊട്ട് പുറകിൽ അതിന് ഓട്ടോയ്ക്ക് നെല്ലൂർ ആയിരിക്കും. കാരണം ഒങ്കോളൊക്കെ ഈ ഗ്രാൻഡ് ട്രങ്കാണ് ആദ്യം എത്തേണ്ടത്. അപ്പോൾ നെല്ലൂർ കഴിഞ്ഞിട്ട് അതെന്തായാലും ഓട്ടോയ്ക്ക് കഴിയും കേട്ടോ. നമ്മുടെ തൊട്ട് പുറകിലാണ് ഗ്രാൻഡ് ട്രങ്ക് ഉള്ളത്. നമ്മൾ ആന്ധ്രാപ്രദേശിലെ ഒരു സിറ്റിയായ നെല്ലൂർ എത്തി കേട്ടോ. നെല്ലൂർ ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോമിലൊന്നും വരികയ്ക്ക് വെട്ടം പോലില്ലല്ലോ. അരമണിക്കൂർ നമ്മൾ ലേറ്റായിട്ട് എത്തിയത്. 8:30 എത്തേണ്ട വണ്ടി 9 മണിക്ക് എത്തി. നമ്മുടെ സർക്കാർ എക്സ്പ്രസിൻ്റെ ബാക്കിൽ 3 വണ്ടിയുണ്ട്. തൊട്ട് ബാക്കിൽ ഗ്രാൻഡ് ട്രങ്ക്, അതിൻ്റെ ബാക്കിൽ മറ്റേ ഇത് ചാർമിനാർ എക്സ്പ്രസ്, ഹൈദരാബാദ് പോകുന്ന ചാർമിനാർ, അതിൻ്റെ തൊട്ട് ബാക്കിൽ ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഇത് നമ്മളെവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഇത് 3ഉം കയറിപ്പോകും. കാരണം ഇത് 3ഉം ബാക്ക് ടു ബാക്കാണ്. അത് എവിടെ ഒതുക്കുമെന്നാണ് കാണേണ്ടത്. നമ്മൾ ഉറങ്ങുന്നതിന് ഒതുക്കിയ ഇത് 3ഉം കാണാൻ കിട്ടും. ഞാനിവിടെ കിടക്കാൻ വേണ്ടി ബെർത്തൊക്കെ സെറ്റാക്കുമായിരുന്നു. നല്ല അടിപൊളി ബെഡ്ഷീറ്റൊക്കെയാണ് കേട്ടോ. സൗത്ത് സെൻട്രൽ റെയിൽവേ കാച്ചിഗുഡ ഹൈദരാബാദ് ഡിവിഷൻ അവരുടെയാണ് സംഭവങ്ങൾ. ബിത്രഗുണ്ടാൻ എന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ സ്റ്റോപ്പാണ് കേട്ടോ. ഒറ്റ മനുഷ്യൻ ആളും പേരും ഒന്നുമില്ല കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങി 2-3 പേരേ ഉള്ളൂ. കയറാൻ ആരുമില്ല. തൊട്ട് പറയാനുണ്ടായിരുന്ന ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ഇപ്പോൾ കയറിപ്പോയി. ഇനി ബാക്കിൽ ഇനിയും 2 വണ്ടികൾ അതിന് കയറിപ്പോകുന്നുണ്ടോ. ഇനി മറ്റേ ചാർമിനാറും ഉണ്ട്, ഹൗറ സൂപ്പർ ഫാസ്റ്റും ഉണ്ട്. അത് മിക്കവാറും കയറി പോവായിരിക്കും. ഇത് ഒരുമാതിരി ഒരു വിജനമായ ഒരു സ്റ്റേഷൻ പോലത്തെ ഒരു സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ ആ തമിഴ്നാട്ടിൽ കണ്ട വഞ്ചിമണിയാച്ചി സ്റ്റേഷൻ പോലത്തെ ഒരു സ്റ്റേഷൻ കേട്ടോ. ആരുമില്ല, പക്ഷെ നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഗുഡ്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതെന്താ സംഭവം എന്നറിയാമോ? നമ്മളെ പാരലായിട്ട് ഓവർടേക്ക് അടിക്കുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ മറ്റേ ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് ആണ്. കൊള്ള സംഭവം കേട്ടോ. ഇവിടെ എന്താ സംഭവിക്കുന്നതിന് എനിക്കൊരു എത്തും പിടിയും കിട്ടത്തില്ല കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3-4 ലൈനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗുഡ്സിൻ്റെ ലൈനായിട്ട് ഓടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചവിട്ടുന്നുണ്ട്. ഇപ്പം ഞാകത്തിരിക്കാനടുത്ത് ഒരു വണ്ടി തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓവർടേക്ക് അടിച്ച് പോയി. ഇപ്പോൾ നമ്മളിവിടെ ഇതെന്ത് ഉളവപ്പാടുവോ അങ്ങനെ എന്തൊരു സ്റ്റേഷനിലുണ്ട് ചവിട്ടി. ഇതും ഓവർടേക്ക് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മുന്നിൽ പോയ വണ്ടി അവിടെ ഉണ്ടാവും. ഒരു എത്തുമ്പോഴേയും കിട്ടത്തില്ല. വണ്ടി 1 മണിക്കൂർ പ്ലസ് ലേറ്റാണ്. വണ്ടി ഓടുന്നുണ്ട്, പക്ഷെ ലേറ്റ് ആണ്. കാരണം വണ്ടി വയ്യ പോകുന്നത്. വണ്ടി അവർ നിർത്തിയിടാതെ തന്നെ ഒരു സൈഡിൽ കൂടെ കയറ്റി വിട്ട് മറ്റേ സൈഡിൽ കൂടെ കയറ്റി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഓവർടേക്കാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓവർടേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ മിക്കവാറും വിടും. ഓവർടേക്ക് അല്ല കേട്ടോ. നമ്മളിവിടെ എന്തിനു വേണ്ടി വീണ്ടും വിട്ടു. ഇതിങ്ങനെ പിടിച്ചേ ഈ വണ്ടി പോകുന്നത്. എനിക്ക് 3rd AC കിടക്കാൻ ഇഷ്ടം. ഇവിടെ അപ്പർ ബർത്തിലാട്ടോ. നല്ല കംഫർട്ടാണ്. 3rd AC സൈഡിലോർ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒങ്കോള് കഴിഞ്ഞെന്ന് തോന്നുന്നു. വണ്ടി പയ്യാണ് പോകുന്നത്. ഈ വണ്ടി 100 ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. 90-80 ആ റേഞ്ചാണ് പോകുന്നത്. കാരണം പയ്യെ എത്തിയാൽ ഇഷ്ടംപോലെ സ്ലാക്ക് ടൈമുള്ളൊരു പയ്യെ പോകുന്നൊരു വണ്ടിയാണ് ഈ സർക്കാർ എക്സ്പ്രസ്. അപ്പോൾ രാവിലെ എവിടെ എത്തുന്ന വെച്ചാൽ അവിടെ കാണാം. ഇതിൽ സമൽക്കോട്ട് എത്തുന്ന ഷെഡ്യൂൾ ടൈം 7 മണിയാണ്. പക്ഷേ 7 മണിക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ രാവിലെ കാണാം. നമ്മുടെ സർക്കാർ എക്സ്പ്രസ് അടുത്ത ദിവസം രാവിലെ സമയം എത്രയെന്ന് ചോദിച്ചാൽ 6:37.
1.5 മണിക്കൂർ ഇപ്പോൾ ഡിലേ ആണ്. ഇവിടെ നിദദവുലു ജംഗ്ഷൻ എന്ന സ്റ്റേഷൻ്റെ ഔട്ടറിൽ കൊണ്ടിങ്ങനെ ഇട്ടേക്കോ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് വണ്ടി ലേറ്റ് ആകുമെന്ന്. ഇനി 100 താഴെ കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ടൈം ഏകദേശം 3-3.5 മണിക്കൂറാണ്. അപ്പോൾ ഈ ട്രെയിൻ പയ്യെ പോകത്തുള്ളൂ. അത്രയും ടൈമാണ് കൊടുത്തേക്കണേ. പോരെ ഏതോ മെമു ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ മെമു എല്ലാവരും ഒരു പച്ച കളറാണ്, കാണാൻ വലിയ സുഖമില്ല കേട്ടോ. എനിക്ക് നരസാപൂർ പോകുന്നൊരു മെമു ഉണ്ടോ, നരസാപൂർ ആരുമില്ല. ഞാൻ 6 മണിക്ക് എണീറ്റപ്പോൾ തൊട്ട് ഈ വണ്ടി ഇവിടെ കിടക്കുക. ഇപ്പം 6:52, 7 മണിയാവാറായി. ഏതായാലത്തെ എടുത്തോണ്ട് പോകുമെന്തോ ആർക്കറിയാം. അയ്യോ വിട്ട് ആ മെമു പോയാടനെ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ കിട്ടി. നിങ്ങൾക്ക് അപ്പുറത്തൊരു ലൈൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ നിദദവുലു എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. അപ്പോൾ ഈ വിജയവാഡയിൽ നിന്ന് 2 വഴിക്ക് ഈ വഴി വരാം. നമ്മൾ വരുന്നത് തനുക്കൂൻ എന്നൊരു സ്ഥലം വഴിയാണ്. ആ വഴി അത് ഏലുരു ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ അത് ഈ ധൻബാദ് ആലപ്പുഴയൊക്കെ പോകുന്ന റൂട്ടാണ് ഏലുരു റൂട്ട്. അപ്പോൾ ഏലുരു റൂട്ട് വഴിയും വരാം, പിന്നെ നമ്മൾ വന്ന ഈ തനുക്കു റൂട്ട് വഴിയും വരാം. 2 റൂട്ടുണ്ട്. വണ്ടി അടിച്ച് മിന്നിച്ച് വരുന്നുണ്ട്. വേണ്ടേ പാരൽ ഓവർടേക്ക്. അവിടെ നിന്ന് ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. വൈകളെ തിരുപ്പതി വിശാഖപട്ടണം ഡബിൾ ഡക്കറാണ് പോയത് കേട്ടോ. അപ്പുറത്തുനിന്ന് വേറെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് ഏതാ നോക്കാം. എറണാകുളത്തിന് 2 WG5 ലോക്കോ വെച്ചിട്ട് ഒരു ഗുഡ്സ് പോകുന്നുണ്ടോ, അടിപൊളി. പക്ഷേ ഈ 2 ലോക്കോസ് ഈ റോഡിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് അറിഞ്ഞ കേട്ടോ. പക്ഷെ എറണാകുളത്തിൻ്റെ ലോഗോയാണ് ഇപ്പോഴും അതിലുള്ളത്. അപ്പോൾ എറണാകുളത്തിൻ്റെ തന്നെ ആയിരിക്കും. ഇതാണ് നിദദവുലു ജംഗ്ഷൻ കണ്ടോ. നമ്മൾ സ്റ്റേഷനിൽ കയറി. നേരത്തെ ഡബിൾ ഡക്കറിന് ഇവിടെ സ്റ്റോപ്പില്ലായിരുന്നു. ഇവിടെ ഈ നിദദവുലു സ്റ്റേഷനിലെ സമോസ നല്ല നൈസ് ഐറ്റം കേട്ടോ. 30 രൂപയ്ക്ക് നമുക്കൊരു 4-5 സമോസ കുഞ്ഞത് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുമ്പ് ധൻബാദ് ആലപ്പുഴ പോയപ്പോൾ ഇതേപോലെ മേടിച്ചായിരുന്നു, നല്ലതായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 6 മണിക്ക് ഈ നിദദവുലു ജംഗ്ഷൻ്റെ ഔട്ടറിലെത്തിയതാണ്. എൻ്റെ ഇപ്പോൾ നിദദവുലു ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്നത് 7:18 വരെ. എൻ്റെ ദൈവമേ. പോലെ കിടക്കുന്ന ഗോദാവരി നദി ഉണ്ടോ നോക്കൂ. അങ്ങ് ദൂരം ഒന്നും കാണുന്നില്ല. എന്തോരം വെള്ളം നോക്കി നദിയിൽ. ഈ നദിയിൽ ഈ ഗോദാവരി നദി കടന്നാണ് നമ്മൾ രാജമന്ത്രി എത്തുന്നത് കേട്ടോ. നോക്ക് കടൽ പോലെ കിടക്കാം കേട്ടോ. ഇവിടെ ഒരു സ്റ്റേഷൻ വരെ ഉണ്ട്, ഗോദാവരി എന്ന് പറഞ്ഞ ആ പേരിൽ കണ്ടോ. അവിടെ നമ്മുടെ സർക്കാർ എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പും ഉണ്ട് പോലെ. ഈ രാജമന്ത്രി ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ കുറേ പേര് ഇവിടെ ഇറങ്ങി കേട്ടോ. കാരണം നമ്മുടെ അവിടുത്തെ ഈ എറണാകുളത്തെ ടൗണും എറണാകുളം ജംഗ്ഷനും പോലത്തെ ഒരു സ്റ്റേഷനായി ഗോദാവരിയും രാജമന്ത്രിയും. ഇതിപ്പോൾ ഈ വളവ് തിരിഞ്ഞ് ഇതൊരു വളവാണ്. ആ വളവ് തിരിഞ്ഞ് നേരെ പോകുന്ന രാജമന്ത്രി സ്റ്റേഷനിലേക്കാണ്. രാജമന്ത്രി എന്നല്ല കേട്ടോ, രാജമഹേന്ദ്രവരം എന്നാണ് ശരിക്കുള്ള പേര്. രാജമന്ത്രി എൻ്റെ ഷോർട്ട് ഫോമാണ്. രാജമന്ത്രി ബ്രിട്ടീഷുകാരുടെ പേരാണ്. രാജമഹേന്ദ്രവരം എന്നാണ് ശരിക്കുള്ള പേര്. അത് നമ്മളീ പോകുന്ന കാക്കിനട ഉണ്ടല്ലോ, കാക്കിനടയ്ക്ക് ശരിക്കും ബ്രിട്ടീഷുകാരുടെ പേര് കോക്കനട എന്നാണ്. അവർക്കത് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ ശരിക്കുള്ള പേര് കാക്കിനട എന്നാണ്. അപ്പോൾ കോക്കനട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടെ കുറേ വണ്ടികൾക്കൊക്കെ കോക്കനട എന്ന പേരുണ്ട്.
നമ്മൾ ആ വണ്ടി കയറുന്നുണ്ട്. അടുത്ത യാത്ര ആ വണ്ടിയില്ല, കോക്കനട സൂപ്പർ ഫാസ്റ്റ്. ആ ഗോദാവരി നദി ശരിക്കും അടിപൊളി കേട്ടോ, കടൽ പോലെ കിടക്കും. ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്, ഇതെന്ത് കടലാണോ എന്ന്. കടൽ പോലെ കാണാൻ കാര്യം മെയിൻ അങ്ങ് ദൂരെ ഇവിടെ മൊത്തം മഞ്ഞാണ്. അപ്പോൾ മഞ്ഞ് കാരണം അങ്ങ് ദൂരെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ കടൽ പോലെ ഫീൽ ചെയ്യും. കടൽ പോലെ കാരണം ഒത്തിരി വെള്ളമുണ്ട്, ഇങ്ങനെ നീട് പറഞ്ഞ് കിടക്കുക. ആ പാലം തന്നെ അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഈ ഗോദാവരി സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ നല്ല ട്രെയിൻ സ്പോട്ടിങ്ങിന് പറ്റിയ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ ആ പാലത്തിൽ ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി കയറുന്നത് നല്ലൊരു ഷോട്ട് കിട്ടും. നമ്മുടെ വണ്ടി അങ്ങനെ 2.25 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇവിടെ രാജമന്ത്രി എത്തുന്നത് കേട്ടോ. 2.25 മണിക്കൂർ. ഇനി ഏകദേശം ഒരു 66 കിലോമീറ്റർ മതി നമുക്ക് കാക്കിനാട പോർട്ട് എത്താൻ വേണ്ടി. 9:50 കാക്കിനാട പോർട്ടിലെ സമയം. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് ഇനി ഉള്ളത് 66 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി. അതൊക്കെ ധാരാളമാണ്, കാരണം ഹൈ സ്പീഡ് സെക്ഷനാണ്. നമുക്ക് നോക്കാം ഈ വണ്ടി എപ്പോൾ എത്തുമെന്ന്. അപ്പുറത്തൊരു ഓറഞ്ച് വന്ദേ ഭാരത് കിടക്കുന്നുണ്ടോ, അത് നമ്മൾ പോയിട്ടുണ്ട്. മറ്റേ വിശാഖപട്ടണം സെക്കന്ദരാബാദ് വന്ദേ ഭാരതാണ് കേട്ടോ, രാവിലെ പുറപ്പെടുന്നതാണ്. അപ്പോൾ അത് ഈയിടെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു, 20 കോച്ചുള്ള വന്ദേ ഭാരത് ആക്കിയിട്ട്. അതാണ് കാണുന്നത്. ഇവിടെ ഈ സ്റ്റേഷൻ്റെ 2 പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കായിട്ട് കണ്ടോ നല്ല അടിപൊളി ബൊഗെയിൻവില്ലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ, കൊള്ളാല്ലേ. നമ്മുടെ തൊട്ട് ബാക്കിൽ വന്ന പ്രശാന്തി എക്സ്പ്രസ് ആണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കയറുന്നത് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഭുവനേശ്വർക്ക് പോകുന്ന വണ്ടിയാണിത്. ഇതിലിപ്പോൾ ആരാദ്യം പോകുന്നൊന്നും അറിയത്തില്ല, നമ്മളാണ് ആദ്യം പോകേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇനി ഇതിനെ കയറ്റി വിടുമോന്നും അറിയത്തില്ല. ആ കൊള്ളാം, അതെടുത്തോട്ട് പോയി. ഞാൻ പറഞ്ഞില്ല എടുത്തോട്ട് പോകായിരിക്കുന്നത്, അതെടുത്തോട്ട് പോയി വേണ്ട. പിന്നെ ഇതിൻ്റെ ബാക്കിലായിരിക്കും നമ്മൾ പോകുന്നത്. ഇനി ഏതെങ്കിലും വണ്ടി വരണ്ടോന്ന് അറിയത്തില്ല. ഈ വണ്ടി കൊള്ളാം കേട്ടോ, ഈ സർക്കാർ എക്സ്പ്രസ്. പോകുന്ന വണ്ടി എല്ലാം പുറകെയായാലും വണ്ടി വരണം, പൊക്കോ കയറി പൊക്കോ. എനിക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ലല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡാ. കൊള്ളാം എന്തായാലും. അടുത്തത് ഇനി ഇതും കയറി പോകാർക്ക്, ഇതും കയറി പോകും മിക്കവാറും. മുംബൈ LTT വിശാഖപട്ടണം എക്സ്പ്രസ് ആണ് ഈ വരുന്നത് കേട്ടോ. വിശാഖപട്ടണം വരെ പോകുന്ന വണ്ടിയാണ്, മുംബൈയിൽ നിന്ന് വിട്ട വണ്ടിയാണ് കേട്ടോ. ഇതിന് മുന്നിൽ 4, 5 ജനറലൊക്കെ. ഇത് എത്ര എണ്ണോ എനിക്ക്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വണ്ടിയാണ് കേട്ടോ. അയ്യോ ഭാഗ്യം, വണ്ടി വിട്ട്. ഞാൻ വിചാരിച്ച് പെട്ടുപോയെന്ന്. ആ വണ്ടി അവിടെ തൂക്കി, നമ്മൾ കണ്ട് പുറപ്പെട്ടു. ഈ യാത്രയുടെ ചിലവ് ഞാൻ പറഞ്ഞില്ലായിരുന്നേ. നമുക്ക് ഈ യാത്രയ്ക്ക് 756 കിലോമീറ്ററാണ് മൊത്തത്തിലുള്ളത്. ചെങ്കൽപ്പട്ടെന്ന് കാക്കിനാട പോർട്ട് വരെ 1090 രൂപയാണ്. എക്സ്പ്രസിൻ്റെ ഫെയർ ആണുള്ളത്, 1090 രൂപ. നമുക്ക് ഏകദേശം ഒരു 18 മണിക്കൂർ യാത്ര ഉണ്ടറിയോ വരെ. 756 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി 18 മണിക്കൂർ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ അനാബർത്തി എന്നൊരു സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു സമൽക്കോട്ട് ജംഗ്ഷനാണ്. സമൽക്കോട്ടെന്ന് ശകലേ ഉള്ളൂ. സമൽക്കോട്ടെന്നാണ് ഈ ലൈൻ തിരിയുന്നത് കാക്കിനാട പോർട്ടിലേക്കുള്ളത്. അപ്പോൾ സമൽക്കോട്ട് കഴിഞ്ഞാൽ പിന്നെ കാക്കിനാട ടൗൺ ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാക്കിനാട പോർട്ട്. നമ്മുടെ സർക്കാർ എക്സ്പ്രസ് കാക്കിനാടയിലേക്ക് തിരിയുന്ന സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. സമർലക്കോട്ട ജംഗ്ഷൻ, സമൽക്കോട്ട് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര്. സമർലക്കോട്ട എന്നാണ് ശരിക്കും പറയുന്നത് കേട്ടോ. ഈ ട്രെയിനിൽ സർക്കാർ എന്ന് പറഞ്ഞ പേര് വീഴാൻ കാര്യം എന്ന് അറിയോ, ഈ ഒരു ഏരിയ ശരിക്കും നോർത്തേൺ സർക്കാർസ് എന്ന് പറയും. അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നപ്പോൾ ഇത് ഒക്കെ മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ആന്ധ്രാപ്രദേശ്, ഒഡീഷ ഈ കോസ്റ്റിലുള്ള ഒരു ക്ലിപ്പ് പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുണ്ട് നോർത്തേൺ സർക്കാർസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തിന് സർക്കാർ എന്ന പേര് വീണത്. അപ്പോൾ ഈ ട്രെയിനും അങ്ങനെയാണ് സർക്കാർ എക്സ്പ്രസ് എന്ന പേര് വീണത്. ഈ ഒരു ഭാഗത്തിന് സർക്കാർ എന്നാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ സിർക്കാർ എന്ന് പറയും, പക്ഷെ പ്രൊണൗൺസിയേഷൻ സർക്കാർ എന്നാണ്. നമ്മളിവിടെ രാവിലെ 7-8 എത്തേണ്ടതാണ്. നമ്മൾ എത്തുന്നത് 9:15 9:50 കാക്കിനാട പോർട്ടിൽ ഈ വണ്ടി എത്തേണ്ട ടൈം. നമ്മൾ
ഈ ലൂപ്പ് ഇറങ്ങാൻ വേണ്ടി ഒരു വണ്ടി ഇവിടെ പിടിച്ചിട്ടാണ്. ഏത് വണ്ടിയാണ്? ഷാലിമാർ എക്സ്പ്രസ്സോ? വിശാഖപട്ടണം സെക്കന്ദരാബാദ് എക്സ്പ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ കുറെ റൈറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാന്ന് തോന്നുന്നു. ഏത് വണ്ടിയാന്ന് അത് എഴുതിയിട്ടില്ല. നോക്കട്ടെ ഏത് വണ്ടിയാണ്. വേറെ സ്മെട്രി നോക്കട്ടെ. വിശാഖപട്ടണം സെക്കന്ദരാബാദ് ദുരന്തോ എക്സ്പ്രസ് ആണ് കേട്ടോ. അത് കണ്ടാ ഫുൾ AC കോച്ചുള്ള വണ്ടിയാണ്. ഈ സമൽകോട്ടിൽ നിന്ന് കാക്കിനടയിലേക്കുള്ള ഈ ട്രാക്ക് ഡബിൾ ലൈൻ ട്രാക്കാണ് കേട്ടോ. ഡബിൾ ലൈൻ ട്രാക്കാണ്. ഫ്രൈറ്റ് ഒക്കെ ഒരുപാടുള്ള റൂട്ടാണ്. കാരണം ഇതൊരു കാക്കിനട പോർട്ടല്ലേ, പോർട്ടാണ്. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട തൂത്തുക്കുടിയില്ല അതേപോലത്തെ ഒരു സ്ഥലമാണ് ഈ കാക്കിനാട എന്ന് പറഞ്ഞത്, ആന്ധ്രയിലെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഗുഡ്സ് വരുന്നതുകൊണ്ട് ഇതൊരു ഡബിൾ ലൈൻ സെക്ഷനാണ് കേട്ടോ. കാക്കിനാട നമ്മൾ ഏകദേശം എത്താറായി. ഇവിടെ ഫുൾ നെൽപ്പാടങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. കാക്കിനാട ഒരു ചെറിയൊരു സിറ്റി പോലെയാണ്. ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാക്കിനാടയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗുഡ്സ് ഉണ്ടാവുന്നുണ്ടാ, ഗുഡ്സ് കിടക്കുന്നുണ്ടാ. നമ്മൾ കണ്ട് കാക്കിനട ടൗൺ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇത്. കഴിഞ്ഞാൽ പിന്നെയാണ് ഡെസ്റ്റിനേഷൻ വരുന്നത്. കണ്ട കാക്കിനട ടൗൺ. ഇത് ഒരു സാധാ സ്റ്റേഷനാണല്ലോ. ഞാൻ വെച്ച വലിയ ഗംഭീര സ്റ്റേഷനാണ്. ഇവിടെ നിന്നും പിന്നെ കാക്കിനട പോർട്ടിൽ നിന്ന് 2 സ്റ്റേഷനിൽ നിന്നും വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാക്കിനട ടൗൺ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ സ്റ്റേഷനിൽ മൊത്തം കുഴിച്ചിട്ടേക്കുക. അപ്പുറത്ത് കിടക്കുന്ന ഏതോ റേക്കാണ്. അതിൽ എഴുതിയിട്ടുണ്ട് കാക്കിനട ടൗൺ ചർലപ്പള്ളി നരസാപുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ചർലപ്പള്ളി എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെർമിനലാണ്. ഹൈദരാബാദിൽ ഇപ്പോൾ തുടങ്ങിയ ഒരു സാറ്റലൈറ്റ് റെയിൽവേ ടെർമിനലാണ്. പുതുതായിട്ട് ഈ വർഷം ഉദ്ഘാടനം ചെയ്തത്. ഭയങ്കര സെറ്റപ്പാണത്. ഒരു ദിവസം പോകണം. മിക്കവാറും നമ്മുടെ ശബരി എക്സ്പ്രസ് ഒക്കെ ഇനി ചർലപ്പള്ളിയിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ചർലപ്പള്ളി എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ടെർമിനൽ അവർ പണിതിട്ടുണ്ട്. വലിയൊരു സ്റ്റേഷനാണ് ചർലപ്പള്ളി. അപ്പോൾ കുറേ വണ്ടികളൊക്കെ അങ്ങോട്ട് നീട്ടി. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നൊരു വണ്ടിയുടെ റേക്കാണ് കിടക്കുന്നത്. നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനി സെക്കന്ദരാബാദാണ് പോകുന്നത്. അപ്പോൾ രാത്രി 8:15 നമുക്ക് ഇവിടെ നിന്ന് സെക്കന്ദരാബാദിലേക്കുള്ള വണ്ടി. കോക്കനട എക്സ്പ്രസ് എന്നാണ് ആ വണ്ടിയുടെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഈ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത് കേട്ടോ, കാക്കിനട ടൗണിൽ നിന്ന്. പക്ഷേ റേക്ക് ഇവിടെ ഒന്നുമില്ല. ഇവർ റേക്കൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നത് ഈ കാക്കിനട പോർട്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ടൊരു യാർഡ് പോലെ ഉണ്ട്. അവിടെ അതൊന്ന് മെയിൻ്റനൻസ് ചെയ്യുന്നത്. WAG-12 ലോക്കായിട്ടൊരു ഗുഡ്സ് പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എടുക്കുന്ന ഇത് ഗുഡ്സ് എല്ലാം ഫുള്ളി ലോഡറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഗുഡ്സ് റൂട്ടാണ് മെയിനായിട്ട്. ഗുഡ്സാണ് കൂടുതലും. പാസഞ്ചർ വണ്ടികളുണ്ട് ഇഷ്ടം പോലെ, ഗുഡ്സും ഉണ്ട്. ആ കാക്കിനട ടൗൺ സ്റ്റേഷനിൽ നടക്കാൻ ദൂരമുള്ളൂ ഈ കാക്കിനട പോർട്ടിലേക്ക്. അറിയാമോ? അത്രയ്ക്ക് അടുത്താണ് കാക്കിനട പോർട്ട് എത്തി. നമ്മൾ കണ്ട നമ്മുടെ ഡെസ്റ്റിനേഷൻ അങ്ങനെ എത്തി. സർക്കാർ എക്സ്പ്രസ്സിന് ഡെസ്റ്റിനേഷൻ. ടൈം നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എത്തും. 9:50 ടൈം. 9:46 എത്തി. ഇപ്പം എല്ലാ ദിവസവും ഇതല്ലേ 2-3 മണിക്കൂർ ഈ വണ്ടി ലേറ്റ് ആയാലും കൃത്യസമയത്തിന് മുന്നേ ഇതിവിടെ കാക്കിനട പോർട്ടിലെത്തും. അതുപോലത്തെ എക്സ്ട്രാ ടൈം ഇവർ കൊടുത്തേക്കുന്നത് പോരെ. ഈ കിടക്കുന്ന വണ്ടിക്കാണ് നമ്മൾ രാത്രി പോകുന്നത്. കണ്ടാ കാക്കിനട ടൗൺ ലിംഗംപള്ളി കോക്കനട എക്സ്പ്രസ്. ആ വണ്ടിക്കാണ് നമ്മൾ രാത്രി ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ കാക്കിനട പോർട്ടിൽ ഇറങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രം കേട്ടോ. അവിടെ ഒരു പുള്ളി ഇറങ്ങി. ഇവിടെ ഈ കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഗൈസ് അടിപൊളി യാത്രയായത്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ. സർക്കാർ എക്സ്പ്രസ് വളരെ പയ്യെ പോവുകയാണെങ്കിലും വണ്ടി കിടിലോ കേട്ടോ. അകത്താണേലും നമുക്ക് രസമാണ്, ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സർക്കാർ എക്സ്പ്രസ്. ഇത് ഞാൻ വിചാരിച്ചോടൊന്നുമല്ല കേട്ടോ. ഇതൊരു സാധാ സ്റ്റേഷൻ. എന്താ പറയുക, ഞങ്ങളുടെ അടുത്ത ചെങ്ങന്നൂർ സ്റ്റേഷൻ അത്രയും പോലും പ്ലാറ്റ്ഫോം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. 1, 2, 3 പ്ലാറ്റ്ഫോമാണ് തോന്നുന്നു മൊത്തത്തിലുള്ളത്. ഇതിൻ്റെ എൻട്രൻസ് എവിടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഇത് എന്ത് സ്ഥലം ഇത്, ഒന്നും പറയില്ല. ഈ കാക്കിനട പോർട്ട് സ്റ്റേഷൻ ശരിക്കും 1882 വന്നാ. പക്ഷേ ഇത് ഈ സ്റ്റേഷനല്ല. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു സ്റ്റേഷൻ ഉണ്ട്. അവിടെയാണ് ഈ ഗുഡ്സിൻ്റെ ഒക്കെ മെയിൻ ഹബ്ബ്. അപ്പോൾ ആ സ്റ്റേഷൻ നിലവിൽ വന്നത് 1882 കേട്ടോ. അത്രയും പഴക്കമുണ്ട് ഈ ലൈനിന്. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. ഈ എന്തൊരു സ്ഥലമാണെന്ന് നോക്കിയാൽ നമുക്ക് ഒരാളനൊക്കെ ഒന്നുമില്ല.
ഞാനിവിടെ ഒരു അവർലി റൂം എടുത്തിട്ടുണ്ട്, ഒരു 4-5 മണിക്കൂറത്തേക്ക് എനിക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു ബാക്ക് എൻട്രൻസിന് അവിടെ ആ ഭാഗത്ത് എവിടെയാണ് പോകുന്ന വഴിയുണ്ടോ നോക്കി, എന്തോ അല്ലേ. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു കാക്കിനട ബീച്ച് എന്നൊരു സ്ഥലമുണ്ട്, പിന്നെ പോർട്ടുണ്ട്, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന അടുത്തില്ല. ചെറിയൊരു പോർട്ടാണെന്ന് തോന്നുന്നു, അത്ര വലിയ മറ്റേ തൂത്തുക്കുടി പോലത്തെ വലിയ പോർട്ടല്ലെന്നാണ് തോന്നുന്നത്. സർക്കാർ എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. പയ്യെ വരുന്നൊരു വണ്ടിയാണ്, നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര പയ്യെ വരുന്നത്. ഉള്ള വണ്ടിയെല്ലാം കയറ്റി വിട്ട് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി കാക്കിനടയിൽ നിന്നും സെക്കന്ദരാബാദിലേക്ക് പോകുന്ന കോക്കനട എക്സ്പ്രസ്സിനാണ് ഇനി അടുത്ത പോകാൻ പോകുന്നത്. എല്ലാം നട വെച്ചുള്ള കളി, എല്ലാം നടയാണ്. കാക്കിനട, കോക്കനട എന്ന് പറയുന്നത് കാക്കിനടയുടെ പണ്ടത്തെ പേരാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേരിലാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ കോക്കനട എക്സ്പ്രസ് നമ്മൾ ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. അടുത്ത ദിവസം ഹൈദരാബാദിലേക്കുള്ള യാത്ര വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.